ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മെസ്സേജുകളുടെയൊക്കെ ഒരു കാലമാണ്. എല്ലാവരും പരസ്പരം ഇങ്ങനെ വാട്സപ്പിലൂടെയും അല്ലാതെയും മെസ്സേജസൊക്കെ കൂടുതലായിട്ട് അയക്കുന്നൊരു സമയം. പലപ്പോഴും നമ്മൾ പറയുന്നത് മറ്റുള്ളവർക്ക് കൃത്യമായി മനസ്സിലാകുന്നുണ്ടോ എന്നതും ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. പലപ്പോഴും ഈ വാട്സപ്പിൽ ഇങ്ങനെ മെസ്സേജ് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഓരോ വാക്കിനും കൊടുക്കുന്ന അർത്ഥവും ഭംഗിയും വ്യാപ്തിയും ഒന്നും ഈ ടെക്സ്റ്റുകൾക്ക് അങ്ങനെ ഉണ്ടാകാറില്ല. ഒരു വാക്കിന് നമ്മൾ ഉദ്ദേശിക്കാത്ത അർത്ഥം വായിക്കുന്ന ആൾ എടുക്കാറുണ്ട്. ഒരു പക്ഷേ ഉദ്ദേശിക്കുന്ന ആൾ അങ്ങനെ ഒരു അയക്കുന്ന ആൾ അങ്ങനെ ഒരു അർത്ഥമേ ഉദ്ദേശിച്ചിട്ടുണ്ടാകില്ല. പക്ഷെ ആ വാക്കിൻ്റെ ഒരു ഫീല് പലപ്പോഴും കിട്ടാറില്ല എന്നുള്ളതാണ്. അപ്പോൾ വോയിസ് നോട്ട് ഒക്കെ അയക്കുമ്പോൾ പിന്നെയും കുറേയും കൂടെ മനസ്സിലാകും, അതിന് വാക്കുകൾക്ക് ഭാവമുള്ളതുകൊണ്ട്. ഇന്നത്തെ കുടുംബങ്ങളുടെയും സമൂഹത്തിൻ്റെയൊക്കെ ഒരു ചെറിയൊരു പോരായ്മ ഇങ്ങനെയും കൂടിയുണ്ട്. നമ്മൾ പറയുന്നത് ആ പറയുന്നതിൻ്റെതായ അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ നമുക്ക് പറയാൻ സാധിക്കുന്നില്ല. പ്രത്യേകിച്ച് ഭാര്യ പറയുന്നത് ഭർത്താവിന് മനസ്സിലാകുന്നില്ല, ഭർത്താവ് പറയുന്നത് ഭാര്യയ്ക്ക് മനസ്സിലാകുന്നില്ല, മാതാപിതാക്കളുടെ ഭാഷ മക്കൾക്ക് മനസ്സിലാകുന്നില്ല. ഇന്നത്തെ തലമുറയായ മക്കളുടെ വാക്കുകൾ മാതാപിതാക്കൾക്കും പൂർവികർക്കും മനസ്സിലാകുന്നില്ല പലപ്പോഴും. സുവിശേഷത്തിൽ ശിഷ്യന്മാർക്ക് പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ എല്ലാ ഭാഷകളിലും അവർക്ക് സംസാരിക്കാൻ സാധിച്ചു. ഓരോരുത്തരും സംസാരിക്കുന്നത് തങ്ങളുടെ ഭാഷയിൽ അവർക്ക് ശ്രവിച്ചു മനസ്സിലായി എന്നൊക്കെ വചനം പറയുന്നുണ്ട്. അത് പരിശുദ്ധാത്മാവിൻ്റെ വലിയ ശക്തിയായി നമുക്ക് മനസ്സിലാക്കാം. ഈശോയിലേക്ക് വരുമ്പോൾ സുവിശേഷം പറയുന്നത് ഈശോ ഉപമകളിലൂടെയാണ് സംസാരിച്ചതെന്ന്. ഉപമകളിലൂടെ അല്ലാതെ അവൻ സംസാരിച്ചിരുന്നില്ല എന്ന് സുവിശേഷം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഉപമകളിലൂടെ സംസാരിക്കുന്നു. മുന്നിലുള്ള വ്യക്തികൾക്ക് മനസ്സിലാകുന്ന വിധത്തിൽ ഈശോ സംസാരിക്കാൻ ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ്. പലപ്പോഴും ഞാനിങ്ങനെ ഈ പ്രസംഗങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ എവിടെയെങ്കിലും പെരുന്നാൾ കുർബാനകൾക്കോ എന്തെങ്കിലുമൊക്കെ ടോക്കൊക്കെ കൊടുക്കേണ്ടി വരുമ്പോൾ ഞായറാഴ്ചകളിലൊക്കെ ഈ പ്രസംഗം ഒരുങ്ങുമ്പോൾ ചിന്തിക്കുന്നൊരു കാര്യമാണ്, വല്ലപ്പോഴൊക്കെ വായിച്ചിട്ടുള്ളതും സെമിനാരിൽ നിന്ന് പഠിക്കുമ്പോൾ മനസ്സിലായിട്ടുള്ളതും ഒക്കെ ആയ ആശയങ്ങളൊക്കെ ക്രോഡീകരിച്ചൊക്കെയാണല്ലോ ഒരു പ്രസംഗം ഡെവലപ്പ് ചെയ്യുക. അപ്പോൾ ചില ആശയങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ അയ്യേ ഇത് പഴഞ്ചൻ, ഇതൊക്കെ ഏത് കാലം മുതൽ ആളുകൾ കേൾക്കുന്നതാണ്, ഇത് അല്ല, എന്തെങ്കിലും നൂതനമായിട്ട് എന്ത് പറയാൻ പറ്റും, എന്തെങ്കിലും ഷോർട്ട് ഫിലിംസോ അല്ലെങ്കിൽ എന്തെങ്കിലും സിനിമാ കഥകളോ അല്ലെങ്കിൽ വായിച്ച പുസ്തകങ്ങളിലെ ഇതോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് എങ്ങനെയെങ്കിലും ഇതുവരെ ആരും കേട്ടിട്ടില്ലാത്ത ഒരു പുതിയ എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നു എന്ന് കാണിക്കാനുള്ള പ്രസംഗ ഒരുക്കങ്ങളൊക്കെ നടത്താറുണ്ട്. നമ്മളൊക്കെ ചെയ്യാറുള്ളൊരു കാര്യമാണ്. ഒരുങ്ങുമ്പോൾ എന്തെങ്കിലും ഇതുവരെ ആരും പറഞ്ഞിട്ടില്ലാത്തൊരു കോണിലൂടെ ഈ സുവിശേഷത്തെ നോക്കി കാണണം എന്നൊക്കെ. പക്ഷെ അതിന് വലിയൊരു ഭവിഷ്യത്തുണ്ട് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുമുണ്ട്. കാരണം പണ്ട് നാളുകളിൽ നമ്മുടെയൊക്കെ ചെറുപ്പകാലം മുതൽ കേട്ടിരുന്ന സുവിശേഷങ്ങൾക്ക് നൽകിയിരുന്ന യഥാർത്ഥമായ വ്യാഖ്യാനങ്ങൾ ഇന്ന് ആരും പറയുന്നില്ല. കാരണം അത് ഒക്കെ പഴഞ്ചനാണ്. പക്ഷേ ഓർക്കണം, ഒരു പുതിയ തലമുറ ഇങ്ങനെ വളർന്ന് കേട്ടാൽ മനസ്സിലാകാത്ത പ്രായം കഴിഞ്ഞ് പിന്നീടത് കാര്യങ്ങൾ ഗ്രഹിക്കാനും മനസ്സിലാക്കാനും ഒക്കെ സാധിക്കുന്ന ഒരു തലമുറ വളർന്നു വരുന്നുണ്ട്. അവരിപ്പോഴും അതിൻ്റെ യഥാർത്ഥമായ സുവിശേഷത്തിൻ്റെ വ്യാഖ്യാനങ്ങളൊന്നും കേട്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. പുതിയ ആധുനിക രീതിയിൽ പറഞ്ഞ് പിന്നിലിരിക്കുന്ന പൂർവികർക്ക് കേട്ട് തഴമ്പിച്ച ആശയങ്ങൾ തന്നെ പറയരുത് എന്ന ധാരണയിൽ പുതിയ പുതിയ കാര്യങ്ങൾ ഒരിക്കലും വചനത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത രീതിയിൽ വചനത്തെ നോക്കിക്കണ്ടുകൊണ്ട് വചന വ്യാഖ്യാനം നടത്തുമ്പോൾ അതിൻ്റെ യഥാർത്ഥമായ അർത്ഥം എന്താണെന്ന് ഇപ്പോഴും പുതിയ തലമുറകൾക്ക് എത്രമാത്രം മനസ്സിലാവുന്നുണ്ട് എന്നത് പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട്. നമ്മൾ എല്ലാവരും ഒക്കെ ചെയ്യുന്നൊരു തെറ്റ് ആയിരിക്കാം. പലപ്പോഴും തോന്നിയിട്ടുണ്ട്, പറഞ്ഞത് തന്നെ അത് പഴഞ്ചനാണെങ്കിൽ പോലും അച്ഛാ ഇതിനു മുമ്പൊക്കെ പറഞ്ഞതാണ് എന്ന് പറഞ്ഞാൽ പോലും അത് വീണ്ടും ആവർത്തിച്ച് പറയുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം തലമുറകൾക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു ക്ലാസ് എടുക്കാനൊക്കെ പോകുമ്പോൾ നമ്മളൊരു ആക്ഷൻ സോങ് ഒക്കെ ചെയ്യുമ്പോൾ അത് ഏറ്റവും പുതിയത് വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കും. എന്നിട്ട് പണ്ടുണ്ടായിരുന്നതൊക്കെ അതൊക്കെ എത്രയും അർത്ഥമുള്ളതും കുട്ടികൾക്ക് ഏറ്റവും അനായാസം ചെയ്യാനും കളിക്കാനും ഒക്കെ പറ്റുന്ന ഇതൊക്കെ ഒഴിവാക്കിയിട്ട് പുതിയത് എന്ന് ഇതിൻ്റെ പുറകെ പോകാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഉള്ള പുതിയ തലമുറയ്ക്ക് പഴയ
ജോണി എസ് പപ്പ പോലെയുള്ള ഉദാഹരണമായി പറയുകയാണ്. അങ്ങനെയുള്ള ഏറ്റവും പരമ്പരാഗതമായ ബേസിക് ആയിട്ടുള്ളതൊന്നും ഇന്നറിയില്ല എന്നതൊരു വലിയൊരു പോരായ്മ കൂടിയാണ്. പക്ഷേ ഈശോയുടെ വാക്കുകൾ ഒന്ന് ശ്രദ്ധിക്കുക. ഈശോ ഉപമകളിലൂടെ സംസാരിച്ചപ്പോൾ ജനങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായിരുന്നു എന്ന് പറയുന്നു. എല്ലാവർക്കും അനായാസം ഈശോയുടെ വാക്കുകൾ ഗ്രഹിക്കാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെയല്ലേ വെറും 3 വർഷം കൊണ്ട് ഇത്രമാത്രം ആളുകൾ ഈശോയുടെ പിന്നാലെ ഓടിക്കൂടിയത്. നമുക്കൊക്കെ പ്രസംഗിക്കണമെങ്കിൽ ഒരു മൈക്കും വചനപീഠവും അല്ലെങ്കിൽ ഇതുപോലെയുള്ള വലിയൊരു കസേരയും അങ്ങനെയൊക്കെ ആവശ്യമാണ്. എന്നാൽ മാത്രമേ നമുക്കൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രസംഗിക്കാനൊക്കെ പറ്റുള്ളൂ എന്നൊക്കെയുള്ളതാണ്. പക്ഷേ ഈശോയ്ക്ക് സാഹചര്യമനുസരിച്ച് അവർക്ക് എന്താണ് ആവശ്യമെന്ന് മനസ്സിലാക്കി നൽകാൻ സാധിച്ചു. അതുകൊണ്ടാണ് സുവിശേഷം സാക്ഷ്യപ്പെടുത്തുന്നത്, ഈശോ ഒരു വള്ളം വെള്ളത്തിലേക്ക് ഇറക്കി വള്ളത്തിലിരുന്ന് കരയിലുള്ളവരോട് സംസാരിച്ചു. എപ്പോഴാണ്, ഏത് നാട്ടിലാണ്, ഏത് രാജാവാണ്, ഏത് വ്യക്തിയാണ് വള്ളമെടുത്ത് വെള്ളത്തിലിട്ട് കരയിലേക്ക് സംസാരിച്ചിട്ടുള്ളത്? സാഹചര്യത്തിനനുസരിച്ച് നിറം മാറുവാനും ആ സാഹചര്യത്തിൻ്റെ വികാരം എന്താണെന്ന് മനസ്സിലാക്കി ഈശോയ്ക്ക് സംസാരിക്കാൻ സാധിച്ചിരുന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, കേൾക്കാനിരിക്കുന്ന ആളുകൾക്ക് മനസ്സിലാകുന്ന ഭാഷ സംസാരിക്കുവാൻ ഈശോയ്ക്ക് സാധിച്ചിരുന്നു. പലപ്പോഴും ഇന്നത്തെ കാലത്ത് സാധിക്കുന്നില്ല പലർക്കും എന്നുള്ളതാണ്. കേൾക്കുന്നവർക്ക് ഇത് എന്നോട് തന്നെയാണ്, എൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടാണ് പറയുന്നത് എന്ന് ഈശോയുടെ വാക്കുകൾ അതേപടി സ്വീകരിക്കുവാൻ ജനങ്ങൾക്ക് സാധിച്ചിരുന്നു. ഈശോ പറയുന്ന, പ്രത്യേകിച്ച് ലൂക്കായുടെ സുവിശേഷത്തിൽ 15-ാം അധ്യായത്തിൽ പറയുന്ന 3 ഉപമകളുണ്ട്. കാണാതെ പോയ ആടിൻ്റെ ഉപമയും, കാണാതെ പോയ നാണയത്തിൻ്റെ ഉപമയും, ധൂർത്തപുത്രൻ്റെ ഉപമയും. അതിൽ നമ്മൾ പലപ്പോഴും വായിച്ച് ധ്യാനിച്ചിട്ടുള്ളൊരു സുവിശേഷ ഭാഗമാണ് കാണാതെ പോയ ആടിൻ്റെ ഉപമ. 99നെയും മലഞ്ചെരുവിൽ വിട്ടിട്ട് ഒന്നിൻ്റെ പുറകെ പോകുന്ന ആ ഇടയനെ വെച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹം പറഞ്ഞു തരാൻ വേണ്ടി ഈശോ ശ്രമിക്കുകയാണ്. നമ്മളതിനെ വ്യാഖ്യാനിച്ച് പല രീതിയിലും പല ഇടങ്ങളിലൊക്കെ എത്തിച്ചിട്ടൊക്കെയുണ്ട്. പക്ഷെ എന്നാലും യഥാർത്ഥമായ ഒരൊറ്റ അർത്ഥം മാത്രമേ ഉള്ളൂ. ഇടയൻ ആടുകളെ സ്നേഹിച്ചതുപോലെ ദൈവം നമ്മെ സ്നേഹിക്കുന്നു. ഒരാട് നഷ്ടപ്പെട്ടു പോയി കഴിയുമ്പോൾ, ഒരാത്മാവ് വിട്ടുപോയി കഴിയുമ്പോൾ ആ ആത്മാവിന് വേണ്ടി ദൈവം തിരഞ്ഞ് ആ ആത്മാവിനെ തിരിച്ചു കൊണ്ടുവരുന്നു. അത്രമാത്രം സ്നേഹമുള്ള ഇടയനാണ് ദൈവം എന്ന് ഈശോ ഉപമയിലൂടെ പറഞ്ഞു തരാൻ ശ്രമിക്കുകയാണ്. ഞാനെപ്പോഴും ഈ ഉപമ വായിക്കുമ്പോൾ ഓർക്കാറുണ്ട്, നമ്മളിങ്ങനെ ഈ മൈസൂർ ഭാഗത്തേക്കൊക്കെ വണ്ടി ഓടിച്ച് പോകുമ്പോൾ റോഡരികിലിങ്ങനെ കുഞ്ഞ് താറാവ് കുഞ്ഞുങ്ങളെ ഇങ്ങനെ ഒരു കോലിനറ്റത്തൊരു കുഞ്ഞ് പ്ലാസ്റ്റിക് കെട്ടിയിട്ട് ഇങ്ങനെ 100ഓളം വരുന്ന താറാവ് കുഞ്ഞുങ്ങളെ നയിച്ചുകൊണ്ട് പോകുന്നത് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. പക്ഷേ അതിങ്ങനെ ആ കോലിനറ്റത്ത് ഒരു കുഞ്ഞ് പ്ലാസ്റ്റിക് കൂട് മാത്രമേ ഉള്ളൂ. പക്ഷേ ആ താറാവ് കുഞ്ഞുങ്ങളുടെ മുഴുവൻ വികാരവും ആ പിന്നിൽ നയിച്ചുകൊണ്ട് പോകുന്ന ആൾക്കറിയാം. വണ്ടികളിങ്ങനെ ചിന്നി പായുകയാണെങ്കിലും ഈ താറാവ് കുഞ്ഞുങ്ങൾ കൂട്ടമായി ഈ വടിയുടെ നിയന്ത്രണത്തിൽ ഇങ്ങനെ വളരെ നേർത്ത റോഡിലൂടെ അരികിലൂടെ നടന്നു പോകുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഇതുപോലെ ആടുകളെ 100 ആടുകളുണ്ടായിരിക്കെ 99നെയും വിട്ടിട്ട് ഒന്നിൻ്റെ പുറകെ പോകുന്നു എന്ന് ഈശോ പറയുമ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലം വളരെ അനായാസം അവിടെ കേട്ടിരുന്ന ആളുകൾക്ക് മനസ്സിലായെന്നുള്ളത്. കൂടുതലും അപ്പോൾ ആടുകളുമായി ബന്ധപ്പെട്ട് കിടന്ന ആളുകളോടെ ആയിരിക്കും ഈശോ സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആടുകളുടെ ഉപമ ഈശോ ഉപയോഗിച്ചിരിക്കുന്നത്. ആടുകളെ പോറ്റിയിരുന്നത് ഇങ്ങനെ 100 ആടുകളെ ഒരു ഇടയൻ ഇങ്ങനെ നയിച്ച് ഒരു പച്ചയും വെള്ളവുമൊക്കെ കിട്ടുന്ന ഇടങ്ങളിലേക്ക് നയിച്ചു കൊണ്ടുപോകുന്നു. അങ്ങനെ അവിടെ പച്ചയും വെള്ളവും ആടിന് വളരാൻ സാധിക്കുന്ന രീതിയിലുള്ള സാഹചര്യങ്ങളുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അവിടെ ആടുകളെ മേയ്ക്കുകയാണ്. രാത്രിയാകുമ്പോൾ കിട്ടാവുന്ന പാറക്കഷ്ണങ്ങളെല്ലാം പെറുക്കിക്കൂട്ടി ഒരു കോട്ട പോലെ വൃത്താകൃതിയിൽ ഇങ്ങനെ പണിയുന്നു. എന്നിട്ട് സന്ധ്യയാകുമ്പോൾ ആടുകളെ മുഴുവൻ ഈ കരിങ്കൽ കോട്ടയിലേക്ക് ഇങ്ങനെ കയറ്റും. ഒരു ചെറിയ കവാടം മാത്രമേ അതിനുണ്ടാകുകയുള്ളൂ. ഒരു ആടിന് മാത്രം അകത്ത് പ്രവേശിക്കാൻ സാധിക്കും വിധം വളരെ നേർത്ത ഒരു കവാടം. അത്രമാത്രം സ്നേഹത്തോടെ ആടുകളെ ഇടയന്മാർ സ്നേഹിച്ചിരുന്നു. അതുകൊണ്ടാണ് സുവിശേഷം വീണ്ടും സാക്ഷ്യപ്പെടുത്തുന്നത്, ഇടയൻ അവയുടെ പേര് ചൊല്ലി വിളിക്കുമെന്ന് പറയുന്നത്. നമ്മുടെയൊക്കെ നാട്ടിൽ പറയുകയാണെങ്കിൽ ഇങ്ങനെ കൂട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഇങ്ങനെ ആടുകളുടെ പേരുണ്ടല്ലോ, അമ്പിളി, കിങ്ങിണി, നന്ദിനി എന്നൊക്കെ പറഞ്ഞ് അതുപോലെ അത്രയും അഭേദ്യമായ അവരുടെ പേരറിഞ്ഞ് ഈശോ ഉപമ പറയുകയാണ്. പേരറിയുന്ന ഇടയൻ,
നേർത്ത കവാടം മാത്രം. ഓരോ ആടുകളെ എണ്ണി പേര് ചൊല്ലി അകത്ത് പ്രവേശിപ്പിക്കുന്നു. എന്നിട്ട് ഇടയൻ ഈ നേർത്ത കവാടത്തിന് കുറുകെ കിടക്കുന്നു. നേർത്ത കവാടത്തിന് കുറുകെ കിടക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഈ കൂട്ടിൽ നിന്നും ഒരു ആടിന് പുറത്തു പോകണമെങ്കിലോ പുറത്തു നിന്നും ഏതെങ്കിലും ഒരു വന്യജീവിക്ക് അകത്തുള്ള ആടുകളെ ആക്രമിക്കണമെങ്കിലോ ഈ കുറുകെ കിടക്കുന്ന ഇടയൻ്റെ ചങ്കിൽ ചവിട്ടിയിട്ട് മാത്രമേ അകത്ത് കയറാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ സ്നേഹത്തോടെ ഞാനാണ് വാതിൽ, അങ്ങനെ കുറുകെ കിടന്നുകൊണ്ട് എന്നിലേക്ക് എന്നുള്ള രീതിയിൽ അത്രയും സ്നേഹത്തോടെ കിടക്കുന്ന ഒരു ഇടയനെക്കുറിച്ചാണ് ഈശോ ഉപമയായി പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇടയൻ്റെ ആടുകളോടുള്ള അഭേദ്യമായ ബന്ധവും സ്നേഹവും അവിടെ കേട്ടിരുന്ന എല്ലാവർക്കും മനസ്സിലായി എന്നുള്ളതാണ്. അതാണ് വാക്കുകൾ പറയുന്നത് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കുവാൻ ഈശോയ്ക്ക് സാധിച്ചിരുന്നു എന്നുള്ളതാണ്. നമ്മുടെയൊക്കെ ജീവിതം എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെയൊക്കെ വാക്കുകൾ യഥാർത്ഥത്തിൽ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ? നമുക്ക് പറയാനുള്ളത് ഇങ്ങനെ വാതോരാതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് എന്തൊക്കെ പറയാനുണ്ടോ അതൊക്കെ റെഡിയാണ് പറയാൻ. പക്ഷേ എത്രമാത്രം എന്നെ ശ്രവിക്കുന്നവർക്ക്, അല്ലെങ്കിൽ നമ്മളെ ശ്രവിക്കുന്നവർക്ക്, നമ്മളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സാഹചര്യങ്ങളിലുള്ളവർക്ക്, നമ്മുടെ സുഹൃത്തുക്കൾക്ക്, സഹോദരങ്ങൾക്ക്, സുഹൃത്തുക്കൾ എല്ലാവർക്കും എൻ്റെ വാക്കുകൾ അതേപടി മനസ്സിലാക്കാൻ എത്രമാത്രം സാധിക്കുന്നുണ്ട് എന്നതൊരു വലിയ ചോദ്യചിഹ്നം തന്നെയാണ്. അതിന് ഏറ്റവും നല്ല മാതൃക ഈശോ തന്നെയാണ്. ഓരോ വാക്കുകൾക്കും അത്രമാത്രം അർത്ഥം സൂക്ഷിച്ചുകൊണ്ട് ഈശോയ്ക്ക് സംസാരിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് വാസ്തവം. മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഭാഷ സംസാരിക്കുക എന്നുള്ളത് അത് വലിയൊരു കഴിവാണ്. ചില വ്യക്തികളോടൊക്കെ ഒരു 5 മിനിറ്റ് നേരം സംസാരിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും, ഈ വ്യക്തിയിൽ എത്രമാത്രം സ്നേഹമുണ്ട്, മനുഷ്യത്വമുണ്ട്, ഈ മനുഷ്യന് എത്രമാത്രം നമ്മളെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമ്മുടെ വാക്കുകൾ കുറേ കൂടി മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന രീതിയിലേക്കാകട്ടെ. ഈശോയെപ്പോലെ കുറേ കൂടി പൊളിച്ചെഴുതാൻ, സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മളെ തന്നെ രൂപീകരിക്കുവാൻ സാധിക്കുന്ന, വള്ളമെടുത്ത് വെള്ളത്തിലിട്ട് സംസാരിക്കാൻ മാത്രം ആ സാഹചര്യം അനുസരിച്ച് ചെയ്യാൻ സാധിച്ച ഈശോയുടെ മാതൃക നമുക്കെന്നും ശക്തിയാകട്ടെ. നമ്മുടെ വാക്കുകൾ കൃത്യമായി മനസ്സിലാകുന്ന രീതിയിൽ, അതും കേൾക്കാനിരിക്കുന്ന ആളുകളുടെ സാഹചര്യം മനസ്സിലാക്കി സംസാരിക്കാൻ നമുക്ക് സാധിക്കണം. ലൂക്കായുടെ സുവിശേഷത്തിലെ 2ാമത്തെ ഉപമ നമുക്കറിയാം, കാണാതെ പോയ നാണയത്തിൻ്റെ ഉപമയാണ്. ഒരു ലോജിക്കുമില്ലാത്തൊരു ഉപമയായിട്ട് നിങ്ങൾക്കൊരു പക്ഷേ തോന്നാം. എങ്ങനെയാണ് ഒരു സ്ത്രീക്ക് 10 നാണയങ്ങൾ ഉണ്ടായിരിക്കുക, അതിലൊന്ന് നഷ്ടപ്പെട്ടാൽ അത് വീണ്ടും കിട്ടുവോളം വീട് മുഴുവൻ അടിച്ചു വാരി തൂത്ത് അത് കണ്ടു കിട്ടിക്കഴിയുമ്പോൾ അയൽവാസികളെയും സഹോദരങ്ങളെയും വിളിച്ച് വിരുന്നു കൊടുക്കുന്നൊരു ഉപമ. സ്നേഹമുള്ളവരെ, ചിലവ് വെച്ച് നോക്കുകയാണെങ്കിൽ നാണയത്തിനേക്കാളും 3 ഇരട്ടി ചിലവ് ഒരു പക്ഷേ ഈ വിരുന്നൊരുക്കാൻ വേണ്ടി വരും. പക്ഷെ എന്നാലും ആ വിരുന്നിന് അത്രമാത്രം ശക്തിയുണ്ടെന്ന് ഈശോ, ദൈവത്തിൻ്റെ സ്നേഹം അതുപോലെയാണ്. വസ്തുവകകളോടുള്ള ഇതിനേക്കാൾ കൂടുതലാണ് മനുഷ്യരോടുള്ള ബന്ധമെന്ന് ഈശോ പറയാനായിട്ട് ശ്രമിക്കുകയാണ്. അതിൻ്റെ ഒരു പശ്ചാത്തലം പറയുന്നത്, സ്ത്രീകൾക്ക് വിവാഹവേളയിൽ വെച്ചു കൊടുക്കുന്ന ഒരു കിരീടമുണ്ട്. ആ കിരീടത്തിൽ ഇങ്ങനെ 10 നാണയങ്ങൾ കിടക്കുമാറൊരു പ്രത്യേകമായി ഉയർന്നു നിൽക്കുന്ന ചില ഭാഗങ്ങളുണ്ട്. അവിടെയുള്ള നാണയങ്ങളിൽ ഒന്ന് നഷ്ടപ്പെട്ടാൽ എന്നാണ് 10 നാണയങ്ങൾ ഉണ്ടായിരിക്കെ, അതായത് ഏതൊരു വിവാഹം കഴിഞ്ഞ സ്ത്രീക്കും 10 നാണയങ്ങളുള്ള ഒരു കിരീടമുണ്ട്. അപ്പോൾ അതിൽ ഒന്ന് നഷ്ടപ്പെട്ടാൽ എന്നുള്ളതാണ്. അപ്പോൾ സ്വന്തം താലിമാല നഷ്ടപ്പെട്ടതുപോലെ ഏതൊരു വ്യക്തിക്കും, പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ പശ്ചാത്തലത്തിൽ താലിമാല എന്നൊക്കെ പറയുന്നത് ഒരു ദാമ്പത്യ ബന്ധത്തിൻ്റെ, ഒരു കുടുംബ ഭദ്രതയുടെ ഏറ്റവും വലിയ പ്രതീകമായി നമ്മൾ കാണുന്നതാണ്. ആശീർവദിച്ച് ധരിക്കുന്ന, പരസ്പരം കൈമാറുന്ന ഈ വിവാഹ പ്രതീകങ്ങളൊക്കെ. അപ്പോൾ അത്രമാത്രം വിലയുള്ളതാണ് ആ നാണയം എന്ന് പറയുന്നത്. പെട്ടെന്ന് നമ്മൾ വായിച്ചു പോയി കഴിയുമ്പോൾ ഒരു നാണയം എന്ന് മാത്രം, പക്ഷെ അതല്ല, ഒരു ജീവിതത്തിൻ്റെ മുഴുവൻ ഒരു അർത്ഥമുള്ള ഒരു വസ്തുവായിട്ട് ആണ് ഈ നാണയത്തെ കാണുന്നത്. അതുകൊണ്ടാണ് ഒരു നാണയം തിരിച്ചു കിട്ടിക്കഴിയുമ്പോൾ ആ സ്ത്രീ ഇത്രമാത്രം സന്തോഷിക്കുന്നതായിട്ട് ഈശോ പറയുന്നത്. സ്നേഹമുള്ളവർ, ആ കേട്ടിരുന്ന ഒരു പക്ഷേ വലിയ സ്ത്രീ സമൂഹമായിരിക്കാം. അതുകൊണ്ടായിരിക്കാം പ്രത്യേകം ആ സമയത്ത് ഒരു സ്ത്രീയുടെ സ്വർണ്ണ നാണയത്തെക്കുറിച്ചൊക്കെ ഈശോ സംസാരിക്കുന്നത്. കേൾക്കാനിരിക്കുന്ന വ്യക്തികളുടെ സാഹചര്യങ്ങളും പ്രാധാന്യവും മനസ്സിലാക്കി അവർക്ക് എപ്രകാരം ഒരു കാര്യം ഗ്രഹിക്കാൻ സാധിക്കും
എന്ന് മനസ്സിലാക്കി സംസാരിക്കാൻ ശ്രമിക്കുന്ന ഈശോ. വീണ്ടും നമ്മൾ കാണുന്ന ഓരോ ഭാഗങ്ങളും, ഏതൊരു ഭാഗം എടുക്കുകയാണെങ്കിൽ ഈശോ ഉപയോഗിച്ച എല്ലാ പ്രതീകങ്ങളുടെയും ഏറ്റവും ഉയർന്ന പ്രതീകമാണ് അപ്പം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അപ്പം എടുത്ത് ഇതെൻ്റെ ശരീരമാണെന്ന് പറഞ്ഞു. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അപ്പമില്ലാതെ, ഭക്ഷണമില്ലാതെ ജീവിക്കാൻ സാധിക്കില്ല. അപ്പോൾ അത്രമാത്രം നമ്മുടെ ജീവിതവുമായി ദിവ്യകാരുണ്യം ചേർന്നിരിക്കണം എന്ന് പറഞ്ഞ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പമെടുത്ത് ഇത് എൻ്റെ ശരീരമാണ് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവിൻ, ഒരുമിച്ച് കൂടുമ്പോൾ എൻ്റെ നാമത്തിൽ ഇത് നിങ്ങൾ ചെയ്യുവിൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒരു പ്രതീകം എന്ന് പറയുന്നത് ആളുകൾക്ക് ഏറ്റവും എളുപ്പത്തിൽ അനായാസം മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും വിധം ഈശോ സംസാരിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് തന്നെയാണ്. അപ്പോൾ ഏറ്റവും നല്ല പ്രസംഗകനുള്ള ഓസ്കാർ അവാർഡ് കൊടുക്കാനും നമ്മൾക്ക് ഉള്ളൊരു വ്യക്തി ക്രിസ്തു തന്നെയായിട്ട് മാറുകയാണ്. കേൾക്കാനിരിക്കുന്ന പ്രേക്ഷകർക്കും ശ്രോതാക്കൾക്കും കൃത്യമായി മനസ്സിലാകുന്ന ഭാഷ സംസാരിക്കാൻ ശ്രമിച്ച ഈശോ വലിയ മാതൃകയാകട്ടെ. നമ്മുടെ വാക്കുകൾ നമ്മൾ ആയിരിക്കുന്ന മേഖലകൾ, ജോലി മേഖലകളായിരിക്കാം, കുടുംബങ്ങളായിരിക്കാം, മനസ്സിലാകുന്ന ഭാഷ സംസാരിക്കട്ടെ. ഇന്നത്തെ കുട്ടികളുടെ പശ്ചാത്തലം മനസ്സിലാക്കി സംസാരിക്കാൻ സാധിക്കട്ടെ. ഓരോ വ്യക്തികൾക്കും ഓരോ ഇമോഷണൽ ഡിഫറൻസസ് ഉണ്ട്. ഒരു വ്യക്തി ഒരിക്കലും മറ്റൊരു വ്യക്തിയെ പോലെയല്ല. ഒരു പുരുഷൻ്റെ മനോഭാവമല്ല ഒരു സ്ത്രീക്ക്. സ്ത്രീ കുറേ കൂടി ഇമോഷണലി കാര്യങ്ങൾ എടുക്കുമ്പോൾ പുരുഷന്മാർ കുറേ കൂടി ബ്രെയിൻ ഓറിയൻറ്റഡായി തലച്ചോറ് ഉപയോഗിച്ച് ബുദ്ധിപൂർവ്വം കാര്യങ്ങളെ നോക്കിക്കാണുന്നു എന്ന വ്യത്യാസം പലപ്പോഴും പല സൈക്കോളജി ക്ലാസ്സുകളിലൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതൊക്കെ തന്നെയാണ്. അത് യഥാർത്ഥമായി ഒരു വ്യക്തിയുടെ മാനസിക അവസ്ഥ, ജീവിത അവസ്ഥ മനസ്സിലാക്കി സംസാരിക്കുവാൻ സാധിക്കുന്നിടത്താണ് യഥാർത്ഥമായ സുവിശേഷ പ്രഘോഷണം നടത്തപ്പെടുന്നത്. അപ്പോൾ ഓരോ കാര്യങ്ങളും വീക്ഷണത്തോടെ, ദീർഘവീക്ഷണത്തോടെ കേൾക്കുന്നതാരാണ്? എന്നെ കേൾക്കാൻ എൻ്റെ മുന്നിൽ നിൽക്കുന്ന എൻ്റെ ഭാര്യയുടെ മാനസികാവസ്ഥ ഈ സമയം എപ്രകാരമാണ്? എൻ്റെ മുന്നിൽ നിൽക്കുന്ന എൻ്റെ മകളുടെ, വിദ്യാർത്ഥിയുടെ ഇപ്പോഴത്തെ ഈ മാനസികാവസ്ഥ എന്ത്? ഏത് മാനസികാവസ്ഥയിൽ നിന്നുകൊണ്ടാണ് ഈ വ്യക്തി ഇങ്ങനെ സംസാരിക്കുന്നത്? ഒരു പക്ഷേ ആ വ്യക്തി പരിപൂർണമായി അങ്ങനെ ആകണമെന്നില്ല. ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആ വ്യക്തി ഇങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്നതാണ്. നമുക്ക് മനസ്സിലാക്കുവാനും തിരിച്ചറിയുവാനും ആ തിരിച്ചറിയുന്ന രീതിയിൽ ആ വ്യക്തിയെ സ്വീകരിക്കുവാനും സാധിക്കട്ടെ. അപ്പോൾ ഈശോയുടെ വാക്കുകൾക്ക്, ഈശോ പറഞ്ഞ് പഠിപ്പിച്ചു തന്ന ഉപമകൾക്ക് എപ്രകാരം കാര്യങ്ങളെ നോക്കിക്കാണണം, എപ്രകാരം മറ്റുള്ളവരോട് നമ്മൾ സംവദിക്കണം എന്നൊക്കെ കാണിച്ചു തന്ന എല്ലാ ബൈബിൾ വചനങ്ങൾക്കും ഉപമകൾക്കൊക്കെ നമ്മുടെ ജീവിതത്തിൽ അർത്ഥമുള്ളതായിട്ട് മാറും എന്ന് പ്രത്യേകം ഓർക്കുക. മൂന്നാമത്തെ ഉപമയും നമ്മൾ ഒത്തിരി പ്രാവശ്യം ധ്യാനിച്ചിട്ടുള്ള സുവിശേഷ ഭാഗമാണ് ധൂർത്തപുത്രൻ്റെ ഉപമ. നമുക്കുറപ്പാണത് ഈശോ തൻ്റെ 30 വയസ്സുവരെ തൻ്റെ പിതാവിനോട് കൂടെ ഉണ്ടായിരുന്ന കാലത്തൊക്കെ എത്രമാത്രം തൻ്റെ പിതാവിനോട്, ഈ ലോകത്തിൻ്റെ പിതാവിനോട് അഭേദ്യമായി ബന്ധപ്പെട്ട് കിടന്നു. ആ സ്നേഹവും വാത്സല്യവും അനുഭവവും ഒക്കെ ചേർത്ത് ചാലിച്ചുള്ളതാണ് മൂന്നാമത്തെ ലൂക്കായുടെ സുവിശേഷത്തിലെ 15-ാം അധ്യായത്തിലെ ഉപമ, ധൂർത്തപുത്രൻ്റെ ഉപമ. ഒരു പിതാവിൻ്റെ സ്നേഹം ആവോളം നുകരാൻ ലോകത്തെ പഠിപ്പിച്ച, മറ്റ് വിഭാഗങ്ങളിലൊക്കെയുള്ള എല്ലാ സാഹിത്യകാരന്മാരും ഒത്തിരി സ്നേഹത്തോടെ ഏറ്റെടുത്ത ഒരു ഉപമ, ധൂർത്തപുത്രൻ്റെ ഉപമ. സാധാരണ പറയാറുണ്ട്, അമ്മയുടെ സ്നേഹം മഴ പോലെയാണ്. അതിങ്ങനെ എപ്പോഴും പെയ്തുകൊണ്ടേയിരിക്കും. എപ്പോഴും ലഭിക്കുന്ന ഒരു സ്നേഹമാണ് അമ്മയുടെ സ്നേഹം. എന്നാൽ ഒരു അപ്പൻ്റെ സ്നേഹം എന്ന് പറയുന്നത് ആലിപ്പഴം പോലെ ആണെന്ന് പറയാറുണ്ട്. ആലിപ്പഴം ഒരു പുരുഷായുസിൽ ഒരു പ്രാവശ്യമൊക്കെ ആലിപ്പഴം വീഴുന്നത് കാണാൻ സാധിച്ച വലിയ ഭാഗ്യമാണ്. പക്ഷേ ആ സ്നേഹത്തിന് അത്രമാത്രം ഭാരവും കനവുമുള്ള സ്നേഹമാണ് ഒരു അപ്പൻ്റെ സ്നേഹം. ആ അത്രമാത്രം ഭാരവും കട്ടിയുമുള്ള സ്നേഹമാണ് പിതാവിൻ്റെ സ്നേഹമെന്ന് പറഞ്ഞു തരാനാണ് ഈശോ ധൂർത്തപുത്രൻ്റെ ഉപമ പറയുന്നത്. നമ്മളിതിനു മുൻപ് ചിന്തിച്ചതുപോലെ ഈശോ ഈ ലോകത്തിലുണ്ടായിരുന്ന തൻ്റെ പിതാവിനെ സ്മരിച്ചിരുന്നു. നിലത്ത് വിരൽ കൊണ്ട് എഴുതിയിരുന്നപ്പോൾ 33 വർഷങ്ങൾക്ക് മുൻപ് തൻ്റെ പ്രിയ മാതാവ് വിവാഹത്തിന് മുൻപേ ഗർഭിണിയായി കാണപ്പെട്ടപ്പോൾ സമൂഹത്തിൽ അവഹേളിതയാക്കാൻ താല്പര്യമില്ലായകയാൽ അവളെ രഹസ്യത്തിൽ ഉപേക്ഷിച്ച ആ വലിയ വാത്സല്യം നിറഞ്ഞ പിതാവിനെ സ്മരിച്ചുകൊണ്ട് സ്നേഹത്തോടെ പിതാവിൻ്റെ വാത്സല്യം പറഞ്ഞ് നൽകിയ ഈശോ. അപ്പോൾ ഈ മുന്നിലുണ്ടായിരുന്ന ആളുകൾക്ക് ഏറ്റവും എളുപ്പത്തിൽ
കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും വിധം ഈശോ സംസാരിച്ചിരുന്നു എന്നുള്ളതാണ്. നമ്മുടെ വാക്കുകളെയും അതിലേക്കാണ് ക്ഷണിക്കുന്നത്. നമ്മുടെ വാക്കുകൾ എത്രമാത്രം കേൾക്കുന്നവർക്ക് മനസ്സിലാകുന്നുണ്ട്. ഒരു വ്യക്തിയുടെ ഒരു ബുദ്ധിമുട്ടൊരു പക്ഷേ നമ്മൾക്കത് വലിയ ബുദ്ധിമുട്ടായി തോന്നണമെന്നില്ല. പക്ഷെ ആ വ്യക്തിയുടെ സാഹചര്യത്തിൽ നിന്ന് നോക്കുമ്പോൾ ഒരിക്കൽ നമ്മൾക്ക് അളക്കാൻ സാധിക്കുന്നതിലും അപ്പുറം വേദനയുള്ളതായിട്ട് മാറുന്നു. ഒരു തമാശ പോലെ പറയുന്ന ചലച്ചിത്രങ്ങളിലൊക്കെ വന്നിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടല്ലോ, രാജ്യം പോയ രാജാവിൻ്റെ വേദനയും കളിപ്പാട്ടം പോയ കുട്ടിയുടെ വേദനയും ഒരുപോലെയാണ്. ഒരു കുട്ടിക്ക് കളിപ്പാട്ടം എന്ന് പറയുന്നത് എല്ലാമാണ്. പുറത്തുനിന്ന് നിൽക്കുമ്പോൾ അത് വളരെ ചെറിയൊരു കളിപ്പാട്ടം മാത്രമായി തോന്നുമെങ്കിലും ആ കുട്ടിയുടെ ലോകം ആ കളിപ്പാട്ടമായിരുന്നുള്ളതാണ്. ഒരു രാജാവിന് തൻ്റെ ലോകം മുഴുവൻ സ്വന്തം ആയി കാണുമ്പോൾ രാജ്യം നഷ്ടപ്പെട്ട രാജാവിൻ്റെയും കളിപ്പാട്ടം നഷ്ടപ്പെട്ടു പോയ കുട്ടിയുടെയും വേദന ഒരുപോലെ എന്ന് പറയുന്നതിന് അത്രമാത്രം പ്രസക്തിയുണ്ട്. ആയിരിക്കുന്ന വ്യക്തിയുടെ സാഹചര്യം മനസ്സിലാക്കി നമുക്ക് മുന്നേറാൻ സാധിക്കട്ടെ. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.